പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. ദാര്യാവേശ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായി ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലിനും മഹാപുരോഹിതനായി യഹോസാദാക്കിൻ്റെ മകനായ ജോഷുവയ്ക്കും ഉണ്ടായത് എന്തെന്നാൽ, ഹല്ലേലൂയ, ഹഗ്ഗായിയുടെ പ്രവചനത്തിൽ ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു 6-ാം മാസം 1-ാം തീയതി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രവചനം തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതുവരെ സംഭവിച്ചതിന് ഇതാ ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ടു തുടങ്ങി, ദൈവം ഇടപെട്ടു തുടങ്ങി. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ഈ 6-ാം മാസം 1-ാം തീയതി ദൈവം നമ്മോട് ഇടപെടും. ദൈവത്തിൻ്റെ ശബ്ദം നമ്മോട് സംസാരിക്കും. 6-ാം മാസം ദൈവ ശബ്ദത്തിൻ്റെ, ദൈവിക അരുളപ്പാടിൻ്റെ, ദൈവികമായ നടത്തിപ്പിൻ്റെ ഒരു മാസമായി തീരട്ടെ. നിങ്ങളുടെ വഴികളെ നടത്തുന്ന, നിങ്ങൾക്ക് നല്ല ആലോചന പറഞ്ഞു തരുന്ന നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിനക്ക് ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, നീ പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉറക്കത്തിൽ അവൻ ഹല്ലേലൂയ അവർക്ക് ആലോചന പറഞ്ഞു കൊടുത്തു. അവർ വേറെ വഴിയായി പോയെന്ന് ആ രാജാക്കന്മാരെ കുറിച്ച്, ജ്ഞാനികളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാത്ത വണ്ണം ഹല്ലേലൂയ നേരായ പാതയിൽ നടത്തുന്ന ദൈവം, ചൊവ്വയുള്ള പാതയിൽ നടത്തുന്ന ദൈവം, നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തുന്നിടം വരെ നിങ്ങളെ പരിപാലിക്കുന്ന ദൈവം, പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവം, ഹല്ലേലൂയ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴിയെന്ന് കേൾക്കുന്ന ഇമ്പസ്വരം ഈ മാസക്കാലം കേൾക്കുന്ന ഹല്ലേലൂയ ഒരു മാസമായി തീരട്ടെ. ദൈവിക നടത്തിപ്പിൻ്റെ മാസമായി തീരട്ടെ. അതാ എൻ്റെ പ്രാർത്ഥന. യെശയ്യാ പ്രവചനത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, തള്ളയാടുകളെ പതുക്കെയും കുഞ്ഞാടുകളെ തോളിലും വെച്ച് നടത്തിയ ആ നല്ല ദൈവം, അവൻ്റെ നടത്തിപ്പ് ഹല്ലേലൂയ നീ അനുഭവിക്കും. നീ ആ നടത്തിപ്പിൽ ഓരോ ചുവടും വെക്കുന്ന മാസമായി തീരട്ടെ. നിങ്ങൾക്കറിയാം, ഈ പ്രവചനം ഹല്ലേലൂയ വരുന്നത് ഇസ്രായേൽ ജനം ബാബേലിൽ ഹല്ലേലൂയ തങ്ങളുടെ അടിമത്തത്തിൽ കിടന്നപ്പോഴാണ്. അവിടെ നിന്നുകൊണ്ട് ദേവാലയം പണിയുവാൻ, ഹല്ലേലൂയ പൊളിഞ്ഞുപോയ ദേവാലയത്തെ പണിയുവാൻ ദൈവം സെരുബാബേലിനെയും ഹല്ലേലൂയ ജോഷുവ പുരോഹിതനെയും ഉണർത്തുന്ന പ്രവചന ശബ്ദമാണ്. ഹഗ്ഗായിയുടെ വായെ ദൈവം ഉപയോഗിച്ചുകൊണ്ട് ദൈവം പറയുന്നു, ഹല്ലേലൂയ നിങ്ങൾ ദേവാലയം പണിയുക. പണിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വീണ്ടും ഒരു ദൂത് നിങ്ങളോട് പറയട്ടെ. ഈ 6-ാം മാസം ദൈവം ചിലത് പണിയാൻ നിങ്ങളെ ഹല്ലേലൂയ ഉപയോഗിക്കും. കഴിഞ്ഞ നാളുകളിൽ മഹത്വം പോയത്, മഹത്വം വീണുപോയത്, ഹല്ലേലൂയ നഷ്ടപ്പെട്ട ചിലതിനെ, തകർന്ന ചിലതിനെ പണിത് ഉയർത്താൻ കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. അതിനുള്ള ആലോചനയെ ദൈവം പറഞ്ഞു തരട്ടെ. ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ പറയുന്നു, പണി തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, വെള്ളി എനിക്കുള്ളത്, പൊന്ന് എനിക്കുള്ളത്. നിങ്ങൾ പണിയുന്ന ഈ ആലയം പണിയാനുള്ള എല്ലാ ഹല്ലേലൂയ സാധന സാമഗ്രികളും ഞാൻ നിങ്ങൾക്ക് തരും. കാരണം വെള്ളിയും പൊന്നും എനിക്കുള്ളതാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവം തരുന്നത് കൊണ്ട്, ദൈവം കരുതുന്നത് കൊണ്ട് ഈ പണി ശ്രേഷ്ഠമായിരിക്കും. ഹഗ്ഗായി 2:9 അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഈ ആലയത്തിൻ്റെ മഹത്വം ഹല്ലേലൂയ ഇതുവരെ കണ്ടതിലും ശ്രേഷ്ഠമായിരിക്കും. ഇതിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കും. പ്രിയരെ, കർത്താവ് നിങ്ങളിലൂടെ ചില പണി ചെയ്യിക്കുമ്പോൾ അതിൻ്റെ മഹത്വം കണ്ട് ലോകം അമ്പരക്കും, മറ്റുള്ളവർ ഹല്ലേലൂയ അതിശയിക്കും. നിനക്ക് തന്നെ ഒരു അത്ഭുതമായി തീരും. എത്ര പേർക്കൊന്ന് ആമീൻ പറയാൻ സാധിക്കും? ഈ നാളുകളിൽ ശത്രു തകർത്ത ചിലത്, ശത്രു മുടിച്ചു കളഞ്ഞ ചിലത്, ശത്രു അപഹരിച്ച ചിലതിനെ ദൈവം റിസ്റ്റോർ ചെയ്ത് ദൈവം പണിതുയർത്തുമ്പോൾ നിശ്ചയമായി വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇതൊരു വലിയ പണിയുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത്. നല്ല പണിക്കാരൻ, ഹല്ലേലൂയ, സകലത്തിൻ്റെ ഉടയവൻ, അവൻ അടിസ്ഥാനമിട്ടാൽ ഹല്ലേലൂയ ആ സെരുബാബേലിൻ്റെ കയ്യെ തകർക്കാൻ, ഹല്ലേലൂയ അതിനെ കളിയാക്കാൻ, അതിനെ ഹല്ലേലൂയ സ്ലോ ഡൗൺ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഏത് കൈകൊണ്ട് അടിസ്ഥാനമിട്ടോ അതേ കൈകൊണ്ട് ആണിക്കല്ല് കയറ്റി കൃപ 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 എന്ന് ആർപ്പോടെ ആണിക്കല്ല് കയറ്റുവാൻ
ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. തുടർന്നും ഹല്ലേലൂയ പ്രവാചകനായ ഹഗ്ഗായി പറയുന്നു, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. വിതച്ചു തുടങ്ങിയാട്ട് ഇന്നു മുതൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇതൊരു അനുഗ്രഹത്തിൻ്റെ സീസണാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും വചനം കേൾക്കുമ്പോൾ വാ തുറന്നൊന്ന് വിളിച്ചു പറയണം, ഇതെൻ്റെ അനുഗ്രഹത്തിൻ്റെ സീസണാണ്. കാരണം എന്നെ വിളിച്ചത് അനുഗ്രഹം അനുഭവിക്കാനാ. കർത്താവിൻ്റെ കൈ കൂടെയുണ്ടോ? കർത്താവിൻ്റെ നടത്തിപ്പുണ്ടോ? കർത്താവാണോ നടത്തുന്നത്? നിങ്ങൾ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്ക് അവൻ നടത്തും. കാരണം അവൻ നടത്തുമ്പോൾ അവൻ നേരായ പാതയിൽ നടത്തും. അവൻ നടത്തുമ്പോൾ അവൻ ജയത്തോടെ നടത്തും. അവൻ നടത്തുമ്പോൾ ഐശ്വര്യമാക്കി നടത്തും. അല്ലെങ്കിൽ മനുഷ്യനല്ലല്ലോ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത്, കൂട്ടുകാരല്ലല്ലോ ആലോചന പറഞ്ഞു തരുന്നത്. ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ഭയങ്കരൻ അവൻ കൂടെയുണ്ട്. 6-ാം മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ വഴി നടത്തും, ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. 2, പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിന്നെ കൊണ്ട് ചിലത് ഞാൻ പണിയിപ്പിക്കും. ആ പണിയാനുള്ളതൊക്കെ ഞാൻ ഒരുക്കും. ആ പണിയെ തടയാൻ ആർക്കും പറ്റത്തില്ല. 3, കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം തുറക്കും. ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ട് പ്രവാചകൻ പറയുന്ന 1-ാമത്തെ കാര്യം, നിങ്ങൾ ദൈവ ആലയത്തിന് പണിയാൻ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ തട്ടിട്ട വീട്ടിൽ താമസിക്കുമ്പോൾ ദൈവാലയത്തെ ഒന്ന് പണിയണം. അല്ലെങ്കിൽ ദൈവാലയത്തിന് വേണ്ടി സമയം കൊടുക്കണം. കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു ചുവട് നിങ്ങൾ എടുക്കുക. ഈ മാസക്കാലം കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കർത്താവ് പുതിയത് പണിയും. കർത്താവ് നിങ്ങളെ നടത്തും. കർത്താവ് നിങ്ങളെ ഐശ്വര്യമാക്കി നടത്തും. കർത്താവ് നിങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തു യേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.